ഹായ്, ഇന്നത്തെ വീഡിയോ ക്രോസ് മൾട്ടിപ്ലിക്കേഷനെ കുറിച്ച് പറയാം. ഫ്രാക്ഷൻ സോൾവ് ചെയ്യാനുള്ള ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഇക്വേഷൻ നോർമലി സോൾവ് ചെയ്യാൻ ഇക്വേഷൻ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി എന്നുള്ള ഒരു ഇക്വേഷൻ മൂന്ന് കാര്യങ്ങൾ അറിയും. ഒന്ന് കണ്ടുപിടിക്കാൻ എങ്ങനെ ഇതിൽ മാറ്റം വരുത്താം. വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പിയിൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിൽ വി എസ് ഇൻറ്റു എൻ പി ഈക്വൽ ടു എൻ എസ് ഇൻറ്റു വി പി എന്ന് ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഇനി ഇതിൽ ഓരോന്നും കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയെന്ന് പറയാം. വി എസ് ഇൻറ്റു എൻ പി ഈക്വൽ ടു എൻ എസ് ഇൻറ്റു വി പി, ഈ ഇക്വേഷനിൽ വി എസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വി എസിനെ അവിടെ നിർത്തി കൂടെയുള്ള എൻ പിയെ ഈക്വൽ ടു സൈനിന് അപ്പുറത്തേക്ക് മാറ്റുക. അപ്പോൾ വി എസ് ഈക്വൽ ടു എൻ എസ് ഇൻറ്റു വി പി ഡിവൈഡഡ് ബൈ എൻ പി ഇങ്ങനെ കിട്ടും. ഈക്വൽ ടു സൈനിന് അപ്പുറത്തേക്ക് മാറ്റുമ്പോൾ കൂട്ടാനുള്ളത് കുറയ്ക്കാനും ഗുണിക്കാനുള്ളത് ഹരിക്കാനും കുറയ്ക്കേണ്ടത് കൂട്ടാനും ഹരിക്കാനുള്ളത് ഗുണിക്കാനുമായി മാറുമല്ലോ. അതായത് അഡീഷൻ സബ്ട്രാക്ഷൻ ആവും, സബ്ട്രാക്ഷൻ അഡീഷൻ ആവും, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷനുമായി മാറും. ഇനി വി എസ് ഇൻറ്റു എൻ പി ഈക്വൽ ടു എൻ എസ് ഇൻറ്റു വി പി എന്നതിൽ നമുക്ക് എൻ പി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എൻ പിയെ മാത്രം അവിടെ നിർത്തി വി എസിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അവിടെ നിലവിലുള്ളതിന് ഒരു മാറ്റവും വരുത്താതിരിക്കുക. ഇനി വി എസ് ഇൻറ്റു എൻ പി ഈക്വൽ ടു എൻ എസ് ഇൻറ്റു വി പിയിൽ വി പി ആണ് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ അതുകൊണ്ട് വി പിയെ അവിടെ തന്നെ നിർത്തി എൻ എസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെയുള്ള വി എസ് ഇൻറ്റു എൻ പിക്ക് ഒരു മാറ്റവും വരുന്നില്ല. അപ്പോൾ വി എസ് ഇൻറ്റു എൻ പി ബൈ എൻ എസ് ഈക്വൽ ടു വി പി എന്ന് കിട്ടുന്നു. ഇനി ഇതിനെ വി പി ഈക്വൽ ടു വി എസ് ഇൻറ്റു എൻ പി ബൈ എൻ എസ് എന്ന് മാറ്റി എഴുതാം. വീണ്ടും വി എസ് ഇൻറ്റു എൻ പി ഈക്വൽ ടു എൻ എസ് ഇൻറ്റു വി പി, ആ ഇക്വേഷനിൽ ഇവിടെ എൻ എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എൻ എസിനെ അവിടെ നിർത്തി വി പിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ വി എസ് ഇൻറ്റു എൻ പി ഈക്വൽ ടു എൻ എസ് ഇൻറ്റു വി പി എന്നുള്ളത് വി എസ് ഇൻറ്റു എൻ പി ബൈ വി പി ഈക്വൽ ടു എൻ എസ് എന്നാവുന്നു. ഇനി ഇത് എൻ എസ് ഈക്വൽ ടു വി എസ് ഇൻറ്റു എൻ പി ബൈ വി പി എന്ന് മാറ്റി എഴുതാം. ഇങ്ങനെ മാറ്റി എഴുതുമ്പോൾ ഈക്വലായ രണ്ട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ സൈനോ ചെയ്യുന്ന ഓപ്പറേഷനോ യാതൊരു മാറ്റവും വരുത്തേണ്ടതില്ല. വി എസ് ഇൻറ്റു എൻ പി ബൈ വി പി ഈക്വൽ ടു എൻ എസ് ആണ് എൻ എസ് എന്നാണ് കിട്ടിയത്. അതിനെ തിരിച്ചെഴുതുന്നത് മാത്രം എൻ എസ് ഈക്വൽ ടു എന്നെഴുതുന്നു. അപ്പോൾ വി എസ് ഇൻറ്റു എൻ പി ബൈ വി പി എന്ന് മാറ്റി എഴുതാം. ഇങ്ങനെ ഏത് ഇക്വേഷൻ കിട്ടിയാലും നമുക്ക് സിമ്പിളായി അറിയാത്ത വാല്യൂ കണ്ടുപിടിക്കാം. കുറച്ച് എക്സാമ്പിൾസ് ഇനി പറയാം. P1 V1 ഈക്വൽ ടു P2 V2, പ്രഷറിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ. ഇവിടെ P2 V2വിന് മാറ്റമില്ലാതെ V1നെ അപ്പുറത്തേക്ക് മാറ്റിയാൽ P1 ഈസ് ഈക്വൽ ടു P2 V2 ബൈ V1 എന്ന് കിട്ടും. അതുപോലെ തന്നെ V1 ഈക്വൽ ടു P2 V2നെ അവിടെ നിർത്തി P1നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ V1 ഈക്വൽ ടു P2 V2 ബൈ P1 എന്നും കിട്ടും. P1 V1 ഈക്വൽ ടു P2 V2, P2വിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, P2 അവിടെ നിർത്തുന്നു. അപ്പോൾ P1 V1 ബൈ P2 ഈക്വൽ ടു V2 എന്ന് കിട്ടും. ഇതിനെ മാറ്റി എഴുതിയാൽ V2 ഈക്വൽ ടു P1 V1 ബൈ P2 എന്ന് കിട്ടും. ഇനി P1 V1 ഈക്വൽ ടു P2 V2, ഇതിൽ
P2 അവിടെ നിർത്തി V2നെ ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ P1 V1 ബൈ V2 ഈക്വൽ ടു P2 എന്നാകുന്നു. ഇനി ഇതിനെ P2 ഈക്വൽ ടു P1 V1 ബൈ V2 എന്നെഴുതാം.